അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന നിലക്കാണ് ഇന്ന് വലിയ ഒരു സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് തന്നെ അത് മുസ്ലിമീങ്ങളുടെ ചര്യയല്ല, ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ല, അത് ജൂത ക്രൈസ്തവരുടെ സമ്പ്രദായമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചത് നമുക്ക് കാണുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് പ്രത്യേകമായൊരു സമയത്തോ ദിവസത്തിലോ മാസത്തിലോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു എന്നാണ്. അതേപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് സ്വന്തം പിതാവിനേക്കാളും സന്താനത്തെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്നേഹം നാം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിൻ്റെ 31-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അവർ എന്നെ പിൻപറ്റട്ടെ, എന്നാൽ യുഹ്ബിബുകുമുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും സ്നേഹിക്കും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരുകയും, വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നാം അദ്ദേഹത്തെ പിൻപറ്റേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് നാം പിൻപറ്റേണ്ടത്? 59-ാം അധ്യായം സൂറത്തുൽ ഹശറിൻ്റെ 7-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതിനെ നാം സ്വീകരിക്കുക. എന്താണോ അവിടുന്ന് വിലക്കിയിട്ടുള്ളത്, എന്താണോ അവിടുന്ന് നിരോധിച്ചിട്ടുള്ളത് അതിനെ നാം വിലക്കുകയും നിരോധിക്കുകയും ചെയ്യുക. ഇങ്ങനെയാണ് നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുന്ന് പഠിപ്പിക്കാത്തത് എടുത്തുകൊണ്ടല്ല അവിടുത്തേക്ക് നാം സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, അവിടുത്തേത് അനുസരിച്ചു കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, 4-ാം അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 80-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മൻ യുതഇർ റസൂല ഫഖദ് അത്വഅ അല്ലാഹ് വമൻ തവല്ല ഫമാ അർസൽനാ അലൈഹിം ഹഫിളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചിട്ടുണ്ട് എങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനായി. വല്ലവനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫമാ അർസൽനാക അലൈഹിം ഹഫീള. നബിയെ, അവരുടെ മേൽ ഒരു കാവൽക്കാരനായിട്ടൊന്നും
താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവിടുത്തെ ചര്യയെ നാം അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ്. അതല്ലാതെ അവിടുന്ന് ഒന്നും പഠിപ്പിക്കാത്തതിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല അവിടുത്തേക്കുള്ള സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണോ അവിടുന്ന് ദീനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് ഇന്നും ദീനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത്. അവിടുത്തെ സ്വഹാബിമാർ എന്താണോ ആ പ്രവാചകനെ കണ്ടുകൊണ്ട് ജീവിതത്തിൽ അനുധാവനം ചെയ്തിട്ടുള്ളത് അതാണ് നമ്മുടെ മാതൃക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.